Welcome to the new video class of Cost and Management Accounting. I am Muhsina. In this semester, I am going to teach you Cost and Management Accounting paper for you. So, Cost and Management Accounting എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പേപ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 4th സെമസ്റ്ററിൽ ഈ ഒരു പ്രോബ്ലം പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്കിതിൻ്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എൻ്റെ സിലബസ് മെയിനായിട്ടും 5 മൊഡ്യൂൾസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 5 മൊഡ്യൂൾസിന് 9 ചാപ്റ്റേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഏരിയ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത് വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, what are the scope of cost accounting, difference between cost accounting and financial accounting, difference between cost accounting and management accounting. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിന് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂളിലാണ് മെറ്റീരിയൽ ആൻഡ് ലേബർ. മെറ്റീരിയൽ ആൻഡ് ലേബർ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വാട്ട് ഈസ് മെറ്റീരിയൽ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തേർഡ് മൊഡ്യൂളിലാണ് ഓവർ ഹെഡ്സ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റാണ്. അതിലും പ്രോബ്ലം തന്നെയാണ് മെയിനായിട്ട്. ഓവർ ഹെഡ്സ് എന്താണ്, ഓവർ ഹെഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർ ഹെഡ്സ് എന്നതൊക്കെയാണ് അതിൻ്റെ മീനിങ്, കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്, അതായത് കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ മൊഡ്യൂൾ 4 ആണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് മൊഡ്യൂളാണ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. മാർജിനൽ കോസ്റ്റ്, ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്, വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ, വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, how break-even point is calculated, what is break-even chart, preparation of break-even chart, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ടാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ 9 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സോ ഇന്ന് നമുക്ക് ഈ ഒരു ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ചെറിയൊരു സെഷന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, costing means finding out the cost of a product or services by any methods or techniques. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സും ടെക്നിക്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് മെത്തേഡ്സ് അല്ലെങ്കിൽ ഏത് ടെക്നിക്സിലൂടെയാണോ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒന്നുമില്ല, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ടെക്നിക്സോ മെത്തേഡ്സോ ഉപയോഗിച്ചിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെയോ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അക്കോർഡിംഗ് ടു CIMA ലണ്ടൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. It is defined as
കോസ്റ്റിംഗ് ആസ് ദി ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നതല്ല കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ cost accounting is the accounting for the cost for preparing statements and reports for the purpose of managerial decision making. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റിനുള്ള ഒരു അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മൾ പഠിച്ചിരുന്നു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ, അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ആ ഒരു അക്കൗണ്ടിങ് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലുള്ള മെയിനായിട്ടുള്ള ഒരു ബ്രാഞ്ചായിരുന്നു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റൊന്നായിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മറ്റൊന്നായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കമ്പൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ് ഫോർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാം. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ഫോർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം മാനേജേഴ്സിന് പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷനാണ് മാനേജ്മെൻറ്റിന് എടുക്കേണ്ടതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് റിപ്പോർട്ടായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അതാണ്, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൽ നമ്മൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്, റിപ്പോർട്ട്സുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു CIMA ലണ്ടൻ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, മെത്തേഡ്സുകളും ടെക്നിക്സുകളും എന്തിനു വേണ്ടിയിട്ട്? ടു ദി സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൻഡ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ് വെൽ ആസ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ ദി പർപ്പസ് ഓഫ് മാനേജറിയൽ ഡിസിഷൻസ് മേക്കിംഗ്. അതായത് നമ്മൾ പറഞ്ഞത് തന്നെ മീനിങ്ങിൽ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുകയും ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുകയും
ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കോസ്റ്റ് മെത്തേഡ്സുകളും കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സുകളും കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സുകളും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ടായിക്കോട്ടെ, എല്ലാ വിവരങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫൈൻഡിങ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി അസർട്ടൈൻ ബട്ട് ഓൾസോ ദി റെക്കോർഡിംഗ് ഓഫ് ദി കോസ്റ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ അസർട്ടൈൻ ചെയ്യുക മാത്രമല്ല, ആ കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതായത് അതിൻ്റെ ബേസിലാണ് നമ്മൾ റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുക കൂടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി കോസ്റ്റ് മാത്രമാണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻമെൻറ്റ് മാത്രമല്ല, മറിച്ച് അതിൻ്റെ ആ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, കോസ്റ്റിംഗ് ഈസ് എ നാരോ സ്കോപ്പ് ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹാവ് വൈഡർ സ്കോപ്പ്. കോസ്റ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് വൈഡർ സ്കോപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു കോസ്റ്റിങ്ങിൽ നമ്മൾ ജസ്റ്റ് കോസ്റ്റ് എത്രയാണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഒരു ലാർജർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വൈഡർ കൺസെപ്റ്റ്. അപ്പോൾ കോസ്റ്റിംഗ് നാരോ കൺസെപ്റ്റാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു വൈഡർ കൺസെപ്റ്റാണ്. ഓക്കെ, ദെൻ തേർഡ് പോയിൻറ്റ്, കോസ്റ്റിംഗ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് അക്കോർഡിംഗ് ടു കോസ്റ്റ് എലമെൻറ്റ്. കോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെൻസുകളെ കോസ്റ്റ് എലമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് അഥവാ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഇൻഫർമേഷൻ. നമുക്ക് വേണ്ട ഡിസിഷൻ എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് കോസ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. മറിച്ച് കോസ്റ്റിങ്ങിൽ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നടത്തുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷനാണ് അവിടെ എടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോസ്റ്റിനെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് കൂടി നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അനാലിസിസ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നില്ല. ഓക്കെ, ദ ലാസ്റ്റ് പോയിൻറ്റ്, കോസ്റ്റിംഗ് നടത്തുന്ന ആരാണ്, ഇറ്റ് ഈസ് ഡൺ ബൈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടത്തുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡൺ ബൈ കോസ്റ്റ് ക്ലർക്ക്. കോസ്റ്റ് ക്ലർക്കാണ് ഒരു ഓർഗനൈസേഷനിലെ കോസ്റ്റ് ക്ലർക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സെഷൻ മാനേജ് ചെയ്യുന്നത് ആരാണ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റുമാണ്. Okay, so these are the major difference between costing and cost accounting. Okay, അപ്പോൾ സിമ്പിൾ നമ്മൾ കുറച്ച് കാര്യം മാത്രം, കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻസ് കാര്യങ്ങളും, പിന്നെ അതുപോലെ കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ ഇതിന് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതാത് ദിവസങ്ങളിൽ എടുക്കുന്ന എല്ലാ പോർഷൻസും നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുറക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം. ഓരോരോ ടൈം പറയും, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നോട്ടിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.